സഹോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ നിന്ന് നിന്റെ അടുത്ത് വരുത്തുക. അഹരോനും അഹരോന്റെ പുത്രന്മാരായ നദാബ്, അബീഹു, എലിയാസർ, ഈഥാമാർ എന്നിവരെയും തന്നെ. നിന്റെ സഹോദരനായ അഹരോന് വേണ്ടി മതത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാകണം. അഹരോൻ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവൻ ശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രം ഉണ്ടാക്കണമെന്ന് ഞാൻ ആത്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സാരജാനികളുടെ നീ പറയണം. അവർ ഉണ്ടാക്കുന്ന വസ്ത്രമോ പതക്കം, എഫോദ്, നീലക്കുപ്പായം, ചിത്രയിലുള്ള നീലയങ്കി, മുടി നടുക്കെട്ട് എന്ന് തന്നെ. നിന്റെ സഹോദരമായ അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവർ അവന്റെ പുത്രന്മാർക്കും വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. അതിന് പൊന്ന്, നീലനൂല്, നൂല്, ചുവന്ന നൂല് പിരിച്ച് പഞ്ഞിനൂല് എന്നിവ എടുക്കണം. പൊന്ന്, നീലനൂൽ, ധ്രുവനൂൽ, ചുവപ്പ് നൂൽ പിരിച്ച് പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് നെയ്തുകാരന്റെ ചിത്രപ്പണിയായി എഫോദ് ഉണ്ടാക്കണം. അതിന് രണ്ടറ്റത്തോട് ചേർന്നതായി 2 ചുമൽ കണ്ടം ഉണ്ടായിരിക്കണം. അങ്ങനെ അത് തമ്മിലൊണിഞ്ഞിരിക്കണം. അത് കെട്ടിമുറുക്കുവാനായി അതിൽ ഉള്ളതായി ചിത്രപ്പണിയായ നടുക്കെട്ട് അതിൽ നിന്ന് തന്നെ അതിന്റെ പണി പോലെ പൊന്ന്, നീലനൂല്, ധ്രുവനൂല്, ചുവപ്പ് നൂല് പിരിച്ച് പഞ്ഞിനൂൽ എന്നിവ കൊണ്ടായിരിക്കണം. അതുകൂടാതെ 2 ഗോതമ്പേത കല്ല് എടുത്ത് അവൻ ഇസ്രായേൽ മക്കളുടെ പേര് കൊത്തണം. അവരുടെ പേരുകൾ 6 കല്ലിലും ശേഷമുള്ള 6 മറ്റേ കല്ലിലും അവരുടെ ന്യായക്രമത്തിലായിരിക്കണം. രത്നശില്പിയുടെ പണിയായി മുദ്രക്കത്ത് പോലെ 2 കല്ലിലും ഇസ്രായേൽ മക്കളുടെ പേര് കൊത്തണം. അവ പൊൻതലകളിൽ പതിക്കണം. കല്ല് 2 എഫോദിന്റെ ചുമൽക്കണ്ടന്മേൽ ഇസ്രായേൽ മക്കൾക്കു വേണ്ടി ഓർമ്മയ്ക്കായി വയ്ക്കണം. അഹരോൻ യഹോവയുടെ മുമ്പാകെ അവരുടെ പേർ ഓർമ്മയ്ക്കായി തന്റെ 2 ചുമലിന്മേലും വഹിക്കണം. പൊന്നുകൊണ്ട് തടങ്ങൾ ഉണ്ടാകണം. തങ്കം കൊണ്ട് ചരട് പോലെ മുറിച്ച് കുത്തുപണിയായി 2 ശരപ്പള്ളിയും ഉണ്ടാകണം. മുറിച്ച് കുത്തുപണിയായ ശരപ്പള്ളി തടങ്ങളിൽ ചേർക്കണം. ന്യായവിധി പതുക്കം ചിത്രയുണയായിട്ടുണ്ടാക്കണം. അത് എഫോദിന്റെ പണിക്കുത്തുമായി പൊന്ന്, നീലനൂല്, ധ്രുവനൂല്, ചുവപ്പ് നൂല് പിരിച്ച് പഞ്ഞിനൂൽ എന്നിവ കൊണ്ടുണ്ടാക്കണം. അത് സമാചരവും ഇരട്ടയും 1 ചാൺ നീളമുള്ളതും 1 ചാൺ വീതിയുള്ളതുമായിരിക്കണം. അതിൽ കൽപ്പത്തിയായി 4 നിര കല്ല് പതിക്കണം. ത്രാമണി, ഹീരത്നം, മരതകം എന്നിവ 1-ാമത്തെ നിര. 2-ാമത്തെ നിര മാണിക്യം, നീലക്കല്ല്, വജ്രം. 3-ാമത്തെ നിര പത്മരാഗം, വൈഡൂര്യം, സുഗന്ധിക്കല്ല്. 4-ാമത്തെ നിര പുഷ്പരാഗം, ഗോകുലം, സൂര്യകാന്തം. അവ തടത്തിൽ പൊന്നിൽ പതിച്ചിരിക്കണം. ഈ കല്ല് ഇസ്രായേൽ മക്കളുടെ പേരോടുകൂടെ അവരുടെ പേർ പോലെ 12 ആയിരിക്കണം. 12 ഗോത്രങ്ങളിൽ ഓരോരുത്തരുടെ പേര് അവയിൽ മുദ്രയ്ക്കായി കൊത്തിയിരിക്കണം. പതക്കത്തിന് ചുരുടുപോലെ മുറിച്ചു കളഞ്ഞ് പണിയായി തങ്കം കൊണ്ട് ശരപ്പുള്ളി ഉണ്ടാക്കണം. പതക്കത്തിന് പൊന്നുകൊണ്ട് 2 വട്ടക്കണി ഉണ്ടാക്കി പതക്കത്തിന്റെ 2 ഒറ്റക്കണി വയ്ക്കണം. പൊന്നുകൊണ്ട് മുറിച്ചു കുത്ത് പണിയായ ശരപ്പള്ളി 2ഉം പതക്കത്തിന്റെ അറ്റങ്ങളുള്ള വട്ടക്കണി 2നും കൊടുത്തണം. മുറിച്ച് കുത്തുപണിയായ 2 ശരപ്പള്ളിയുടെ മറ്റേ 2 തട്ടയിൽ കൊളുത്തി എഫോദിന്റെ ചുമൽക്കണ്ടങ്ങളിൽ അതിന്റെ മുൻഭാഗത്ത് വെക്കണം. പൊന്നുകൊണ്ട് 2 വട്ടക്കണി ഉണ്ടാക്കി പദത്തിന്റെ മറ്റേ 2 അറ്റവും എഫോദിലേക്ക് നേരെ അതിന്റെ വിടുമ്പിൽ അകത്തായി വെക്കണം. പൊന്ന് കൊണ്ട് വേറെ 2 വട്ടക്കണി ഉണ്ടാക്കി എഫോദിന്റെ മുൻഭാഗത്ത് അതിന് 2 ചുമൽക്കണ്ട് താഴെ അതിന്റെ ഇടയിലേക്ക് എഫോദിന്റെ നടുക്കത്തിനുമായി വെക്കണം. പതുക്കം എഫോദിന്റെ നടുക്കൊക്കെ മേലായിരിക്കേണ്ടതിന് എഫോദ് അടയിരിക്കേണ്ടതിന് അതിന്റെ എഫോദിന്റെ വട്ടക്കണികൾ നീലനാട് കൊണ്ട് കെട്ടണം. അങ്ങനെ അഹരോൻ മന്ദിരത്തിൽ കടക്കുമ്പോൾ ന്യായവിധി ഇസ്രായേൽ മക്കളുടെ പേരെപ്പോഴും യഹോവയുടെ മുമ്പാകെ ഓർമ്മയ്ക്കായിട്ട് തന്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം. ന്യായവിധി പദത്തിനകത്ത് ഉറുമിയും വെക്കണം. അഹരോൻ യഹോവയുടെ സന്നിധാനത്തെങ്കിൽ കടക്കുമ്പോൾ അവൻ ഹൃദയത്തിന്മേലിരിക്കണം. അഹരോൻ ഇസ്രായേൽ മക്കളുടെ ന്യായവിധി എപ്പോഴും യഹോവ
യഹോവയുടെ മുമ്പാകെ തന്റെ ഹൃദയത്തിന് വയ്ക്കണം. എഫോദ് അംഗം മുഴുവനും നീലനൂല് കൊണ്ട് ഉണ്ടാക്കണം. അതിന്റെ നടുവിൽ തലയടപ്പാൻ ഒരു ദ്വാരം വേണം. ദ്വാരത്തിന് നെയ്ത്ത് പണിയായ ഒരു നാട ചുറ്റിലും വേണം. അത് കീറിപ്പോകാതിരിക്കുന്നതിന് കവചത്തിന്റെ ദൂരം പോലെ അതന്നെ ഉണ്ടായിരിക്കണം. നൂല്, നൂല്, ചുവന്ന നൂല് എന്നിവ കൊണ്ട് ചുറ്റും അതിന്റെ കുടുംബിൽ മാതളപ്പഴങ്ങളും അവയുടെ ഇടയിൽ ചുറ്റും പൊന്നും കൊണ്ട് മണികളും ഉണ്ടാക്കണം. അങ്കിയുടെ ഉടമ്പിൽ ചുറ്റും ഒരു പൊന്മണി, ഒരു മാലപ്പഴം, ഒരു പൊന്മണി, ഒരു മാലപ്പഴം എന്നിങ്ങനെ വെക്കണം. ശുശ്രൂഷയിൽ അഹ്റോൻ അത് ധരിക്കണം. യഹോവയുടെ മുമ്പാകെ വിശ്രമത്തിൽ കിടക്കുമ്പോൾ പുറത്തു വരുമ്പോൾ അവൻ മരിക്കാതിരിക്കണേന് അതിന്റെ ശബ്ദം കേൾക്കണം. തങ്കം കൊണ്ട് ഒരു പട്ടമുണ്ടാക്കിയത് യഹോവയ്ക്ക് വിശുദ്ധമെന്ന് മുദ്രയ്ക്കായി ഉടുക്കണം. അത് മുടിമേൽ ഇരിക്കേണ്ടതിന് നീലച്ചരട് കൊണ്ട് കെട്ടണം. അത് മുഴുവയുടെ മുൻഭാഗത്തിരിക്കണം. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളും ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്ത്രങ്ങളുടെ കുറ്റം അഹരോൻ വഹിക്കേണ്ടതിന് അത് അഹരോൻ നെറ്റിയിലിരിക്കണം. യഹോവയുടെ മുമ്പാകെ അവർക്ക് പ്രസാദിപ്പിക്കേണ്ടതിന് അത് എപ്പോഴും അവന്റെ നെറ്റിയിരിക്കണം. പഞ്ഞിനൂല് കൊണ്ട് ഇളങ്ങുകയും വിജയപണിയായി ചെയ്യണം. പഞ്ഞിനൂല് കൊണ്ട് മുടിയും ഉണ്ടാക്കണം. നടുകെട്ട് ചിത്രപ്പേരിൽ പണിയായിട്ടുണ്ടാക്കണം. അഹരോന്റെ പുത്രന്മാർക്ക് മതത്തിലും അലങ്കാരത്തിലുമായിട്ട് അങ്കേറക്കെട്ട്, തലപ്പാവ് എന്നിവ ഉണ്ടാക്കണം. അതിന്റെ സഹോദരമായ അഹരോനെയും അവന്റെ പുത്രന്മാരെ ധരിപ്പിക്കണം. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അഭിഷേകവും കരപൂർണവും ചെയ്യണം, ശുദ്ധീകരിക്കണം. അവരുടെ രക്തമർപ്പാൻ അവർക്ക് ചാണകങ്ങൾ കൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കണം. അതായത് എത്തണം. അഹരോന്റെ പുത്രന്മാർ വിശ്രമത്തിലേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമ കൂടാരത്തിൽ കടക്കുമ്പോഴോ യാഗപീഠത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോഴോ കുറ്റം ചുമന്ന് മരിക്കാതിരിക്കുന്ന അവർ അത് ധരിക്കണം. അവനും അവന്റെ സന്ധ്യയ്ക്കും അത്